മലയാളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന നിരവധി സൗണ്ട് റെക്കോർഡിസ്റ്റുകളുണ്ട്. പക്ഷേ റസൂൽ പൂക്കുട്ടി ഓസ്കാർ അവാർഡിലൂടെ മലയാളികൾക്ക് അഭിമാനമായപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു മേഖലയുണ്ടെന്നും അവിടെ ഒരുപാട് മിടുക്കരായ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞത്. അവരിൽ ചിലരെ നമുക്കിനി പരിചയപ്പെടാം. ഒരു തലമുറ ഈ രംഗത്തു നിന്ന് നിഷ്കാസിതമാവുകയും പുതിയൊരു തലമുറ രംഗത്ത് വരികയും ചെയ്തു. ആ തലമുറയിലെ പുതിയ തലമുറയിലെ ശ്രദ്ധേയമായ സൗണ്ട് റെക്കോർഡിസ്റ്റുകളിൽ ഒരാളാണ് അജിത് എ ജോർജ്. അജിത് എ ജോർജ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് വിസ്മയ സ്മാക്സ് എന്ന് പറയുന്ന മിക്സിംഗ് തിയേറ്റർ, മോഹൻലാലിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തിയേറ്റർ. ഒരു സൗണ്ട് മിക്സ് ചെയ്യുന്ന ആൾക്ക്, അത് പബ്ലിക്കിന് കുറച്ചുകൂടി മനസ്സിലാവാനുള്ള ഒരു എളുപ്പത്തിന് ആദ്യം സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എഫക്ട്സ് റെക്കോർഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് റീറെക്കോർഡിങ് മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നു. ഇതെല്ലാം സെപ്പറേറ്റ് ട്രാക്കുകളിലാക്കി താങ്കളുടെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പം ഈ മൂന്ന് കാര്യത്തെയും കുറിച്ചുള്ള ധാരണ എത്രമാത്രം വേണം ഒരു എഞ്ചിനീയർക്ക് പരിപൂർണ്ണ ധാരണ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് മൂന്നിനെ ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡയലോഗ് നമ്മുടെ പബ്ലിക് തിയേറ്ററിൽ ഈ നമ്മുടെ മിക്സിംഗ് സ്റ്റുഡിയോയിൽ കേൾക്കുന്ന ഡയലോഗ്, ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഡയലോഗ് നമ്മുടെ ഒരു പബ്ലിക് തിയേറ്ററിൽ എങ്ങനെ കേൾക്കുമെന്നുള്ള ഒരു പരിപൂർണ്ണ ധാരണ ആ മിക്സിംഗ് എഞ്ചിനീയറിനുണ്ടാവണം. അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കംപ്ലയിൻറ്റുമാണ് നമ്മുടെ തിയേറ്ററിലെല്ലാം കറക്റ്റ് ആവും, പക്ഷേ പബ്ലിക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒന്നും കേട്ടില്ല എന്നുള്ളൊരു പലപ്പോഴും പരാതി ഉയരുന്ന ഒരു അയ്യോ തിയേറ്ററിലൊന്നും കേട്ടില്ല, പക്ഷേ അവിടെ എല്ലാം കറക്റ്റ്. ഈ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു മിക്സിംഗ് എഞ്ചിനീയറുടെ ഏറ്റവും വലിയൊരു കഴിവാണ്. നമ്മുടെ പ്രദർശനശാലകൾ ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ടോ? എല്ലാ തിയേറ്ററുകളും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ചില തിയേറ്ററുകൾ നമ്മളിവിടെ കേൾക്കുന്നതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് കേൾക്കുന്ന തിയേറ്ററുകളുമുണ്ട്. പക്ഷേ ചില തിയേറ്ററുകൾ അവരുടേതായ പരിമിതികളും അവിടുത്തെ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ അതിലൊരു 100-ൽ 50% തിയേറ്റേഴ്സ് കറക്റ്റാണ്, പക്ഷേ 50% തിയേറ്റേഴ്സിൽ പ്രശ്നങ്ങളുമുണ്ട്. അത് ടിപ്പിക്കൽ എക്സാമ്പിളാണ് പഴശ്ശിരാജ കഴിഞ്ഞിട്ട് റസൂൽ പൂക്കുറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ കണ്ട തിയേറ്ററുകളിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തത് കേട്ടില്ല എന്ന് പറഞ്ഞത്. ഈ മിക്സിങ്ങിനെ കുറിച്ച് പക്ഷേ യഥാർത്ഥത്തിൽ ആളുകൾ എന്താണ് ഇയാൾ മിക്സ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒന്ന് തരാമോ? അതായത് നമുക്കിപ്പോൾ ഒരു സിനിമയുടെ എത്ര ആർട്ടിസ്റ്റുകളുണ്ടോ അത്രയും ആർട്ടിസ്റ്റുകളുടെ ഡയലോഗ് സെപ്പറേറ്റ് ട്രാക്കുകളിലാണ് വരുന്നത്. അത് പല സ്റ്റുഡിയോകളിൽ ഡബ് ചെയ്തതാകാം, പല സമയത്ത് ഡബ് ചെയ്തതാകാം, പല സിറ്റുവേഷനിൽ ഡബ് ചെയ്തതാകാം. അതുപോലെ തന്നെയാണ് ആ പർട്ടിക്കുലർ സിനിമയ്ക്കുള്ള ഒരു പർട്ടിക്കുലർ റീലിലുള്ള എഫക്ട്സുകൾ, അവിടുത്തെ ഇൻസിഡൻറ്റ് സിനിമയിൽ കാണുന്ന എല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെയെല്ലാം കേൾക്കാൻ ശ്രവണ സുഖത്തിന് വേണ്ടിയുള്ള ഒരു ലെവലിൽ എത്തിച്ചതിന് ശേഷമാണ് നമ്മളിത് തിയേറ്ററിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തിയേറ്ററിൽ ഇത് വളരെ എല്ലാം ജാറിങ് ആവും. ചില സിനിമകൾ ലൗഡായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. ഫോർ ആക്ഷൻ സീൻ ആക്ഷൻ സിനിമകൾ, അത് നമ്മൾ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളിരിക്കുന്നത് വിസ്മയ സ്മാക്സ് സ്റ്റുഡിയോ കോംപ്ലക്സിലെ പ്രീ മിക്സിംഗ് തിയേറ്ററിലാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത ചട്ടമ്പിനാട് എന്ന സിനിമയുടെ മിക്സിംഗ് സ്റ്റേജിൽ അതിൻ്റെ എഫക്ട്സ് മാത്രം ഞാൻ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്യുകയാണ്. നമുക്ക് ആ എഫക്ട്സ് മാത്രം കാണാം. ഇനി നമുക്ക് ഇതേ രംഗത്തിൻ്റെ തന്നെ റീ റെക്കോർഡിങ്, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ റിമിക്സ് കേൾക്കാം.
ഇനി എൻ്റെ ഡയലോഗ് പോർഷൻ കാണാം. മാപ്പാകണം, ഇനി ചെയ്യില്ല. നായിന്റെ പട്ടി മോനെ, മാ ഭേദക്ക് ബന്ധത് ബാടായിട്ടാ, ബാടാ, എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ മാപ്പ്. ಬೇಡ, ಇದು ನಾನು ನೋಡ್ಕೋತೀನಿ. ನೀ ಸುಮ್ಮನೆ ಆಟ ನೋಡ್ತಾ ಇರಿ. മാപ്പാകണം, ഇനി ചെയ്യില്ല. നായിന്റെ പട്ടി മോനെ, മാ ഭേദക്ക് ബന്ധത് ബാടായിട്ടാ, ബാടാ, എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ മാപ്പ്. ಬೇಡ, ಇದು ನಾನು ನೋಡ್ಕೋತೀನಿ. ನೀ ಸುಮ್ಮನೆ ಆಟ ನೋಡ್ತಾ ಇರಿ. Hacete un mal.